ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പുക കേട്ടോ. തൻ്റെ വലതു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. ഇന്നേ ദിനം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റിയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് ആഴത്തിൽ മനസ്സിലാക്കുവാനും നല്ലവണ്ണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്, വീട്ടിൽ പോയിട്ട് വായിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? എല്ലാവരും ചെയ്തിട്ടില്ലേ വന്നിരിക്കണേ? ഒരു വചനമുണ്ടേ, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കുമെന്ന്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്നും ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ടീച്ചറിന് അറിയാം. നിങ്ങളെ പറ്റിയല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ബൈബിളിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു ബൈബിൾ എന്ന വാക്കിന് പുസ്തകം എന്നാണ് അർത്ഥം. ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായതെന്ന് പഠിച്ചു, രൂപം കൊണ്ടതെന്ന് പഠിച്ചു. ഒത്തിരി ബഹുമതികൾ ഉണ്ടെന്ന് പഠിച്ചു. ബൈബിളിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. പഴയ നിയമത്തിൽ 46 പുസ്തകവും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. ആകെ 73 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ബൈബിള് ജീവിതത്തിന് വഴികാട്ടിയാണെന്ന് പറഞ്ഞു. നമ്മൾ സെയിൻറ്റ് ഇഗ്നേഷ്യസ് ലയോളൻ്റെ കഥ കേട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു ബൈബിള് ജീവദായക വചനമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ന് നിങ്ങൾക്ക് ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം. നിങ്ങൾ കഥ കേൾക്കാൻ ഇൻട്രസ്റ്റഡ് അല്ലേ? കേട്ടിട്ടുണ്ടോ? സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഏതൊരു പാപിക്കും ഒരു ഭാവികാലമുണ്ടെന്നും ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ടെന്നും കാട്ടിത്തന്ന ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ സെയിൻറ്റ് അഗസ്റ്റിൻ. ക്രിസ്തുവർഷം 354 ഉത്തരാഫ്രിക്കയിലെ ടഗാസ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അഗസ്റ്റിൻ ജനിച്ചത്. വിശുദ്ധ മോനിക്ക എന്ന് കേട്ടിട്ടില്ലേ? മോനിക്കയുടെ മകനായിരുന്നു നമ്മുടെ അഗസ്റ്റിൻ. അപ്പോൾ അമ്മ തികഞ്ഞൊരു ദൈവവിശ്വാസിയായിരുന്നു. നേരെ മറിച്ച് മോനാകട്ടെ ഒരു നേരിപ്പോടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കയ്യിലില്ലാതിരുന്ന വേറെ കുരുത്തക്കേടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആളൊരു വലിയ നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ കയ്യിലെല്ലാത്തരം വളരെ ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയ ഒരു മോഷണത്തിൻ്റെ ഫലമായിട്ട് പിന്നെ എല്ലാം ഒരു പാപത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ട് മാറുകയായിരുന്നു നമ്മുടെ അഗസ്റ്റിൻ. അതായത് തെറ്റിൻ്റെ ഒരു പടുകുഴിയിലേക്ക് പിന്നെ വീണുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അരുതാത്ത എല്ലാ ബന്ധങ്ങളും ഈ അഗസ്റ്റിനുണ്ടായിരുന്നു. തൻ്റെ മകന് വേണ്ടി നിരന്തരം കണ്ണുനീരൊഴുക്കി മോനിക്ക പുണ്യതി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അഗസ്റ്റിന് ബിഷപ്പ് ആംബ്രോസിൻ്റെ പ്രസംഗം കേൾക്കേണ്ടി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെയിൻറ്റ് ആംബ്രോസിനെ പറ്റി? അപ്പോൾ ബിഷപ്പ് ആംബ്രോസിൻ്റെ പ്രസംഗം കേൾക്കേണ്ടി വന്നു. അപ്പോൾ ആ പ്രസംഗം അദ്ദേഹത്തെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. അപ്പോൾ അത്രയും നാളും താൻ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നോ? അദ്ദേഹം മനസ്സങ്ങോട്ട് വ്യാകുലപ്പെടാൻ തുടങ്ങി. ഇതൊക്കെ ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കാട്ടിത്തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു ശബ്ദം ഉണ്ടായി, എടുത്ത് വായിക്കുക. അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ഒരു ബൈബിള് കണ്ടു. എന്താണ്? ഒരു ബൈബിള് കണ്ടു. അദ്ദേഹം അതെടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ വഴികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. ഈ വചനം അഗസ്റ്റിൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിപ്പിച്ചു. തിന്മയുടെ പടുകുഴിയിലായിരുന്ന അഗസ്റ്റിനെ വിശുദ്ധിയുടെ നിറവിലേക്ക് ഉയർത്താൻ ദൈവവചനം വല്ലാതെ സ്വാധീനിച്ചു. ബൈബിളിലൂടെ സംസാരിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ്. ദൈവത്തിൻ്റെ സന്ദേശമാണ് ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങളാണ് ബൈബിൾ മുഴുവനിലുള്ളത്. ബൈബിളിലുള്ള ഓരോ പുസ്തകത്തിലൂടെയും ദൈവം നമ്മളോട് പല വിധത്തിൽ സംസാരിക്കുകയാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തിയതും വിശുദ്ധ ബൈബിൾ വഴിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതും വിശുദ്ധ ബൈബിൾ തന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണെന്നും നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനവും സന്ദേശവുമാണ് ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബൈബിള് നമുക്ക് ജീവദായകമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ബൈബിളിൻ്റെ വചനം നമ്മൾ വിശ്വാസപൂർവ്വം ആ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിത്യമായ രക്ഷയും ജീവനും ഉണ്ടാകും. ദൈവവചനം
ജീവൻ പ്രദാനം ചെയ്യുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ലാസറിനെ ജീവിപ്പിച്ചത്, നായിനിലെ വിധവയെ പുനർജീവിപ്പിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. രോഗങ്ങളിൽ സൗഖ്യം നൽകുന്നു, അന്ധന് കാഴ്ച നൽകിയത്, ബധിരന് കേൾവി നൽകിയത്, മൂകന് സംസാരശേഷി നൽകിയത്, ഇതൊക്കെ നമ്മൾ ബൈബിളിലൂടെ കേട്ടറിഞ്ഞ കഥകളാണ് അല്ലേ. ഇതൊക്കെ ബൈബിളിലൂടെ നമ്മൾ വെളിപ്പെടുത്തിയ കഥകളാണ്. ദൈവത്തിൻ്റെ വചനം, ഈശോയുടെ വചനം കൊണ്ട് ഒത്തിരി രോഗശാന്തി നേടിയ സംഭവങ്ങളും വിശുദ്ധ ബൈബിളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ധന് കാഴ്ച നൽകിയത്, ബധിരന് കേൾവി നൽകിയത്, മൂകന് സംസാരശേഷി നൽകിയ ഒത്തിരി സംഭവങ്ങളും വിശുദ്ധ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തളർച്ചയിൽ ഉണർവ് പകരുന്ന ദൈവത്തെ പറ്റിയും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, തളർവാദ രോഗി, അനങ്ങാൻ വയ്യാതെ കിടപ്പിലായ തളർവാദ രോഗി, കിടക്കയെപ്പടി പൊക്കിക്കൊണ്ടുവന്ന തളർവാദ രോഗി അവസാനം ആ കിടക്കയായിട്ട് പോകുന്ന സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അല്ലേ. അതുമാത്രമല്ല, തകർച്ചകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന ദൈവത്തെയും നമ്മൾ ബൈബിളിൽ കാണുന്നു അല്ലേ. പാപിനിയായ സ്ത്രീ എല്ലാം കൊണ്ടും തകർന്ന തരിപ്പണമായി ഈശോയുടെ മുൻപിൽ വന്ന് വീണപ്പോഴും അവിടെ നിന്നും ഈശോ അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. കുഷ്ഠരോഗി എല്ലാവരാലും വെറുക്കപ്പെട്ട് മാറ്റപ്പെട്ട ജീവിതം, ഇനി മുന്നോട്ട് ജീവിതം ഇല്ലെന്ന് തകർന്നിരുന്ന അവസരങ്ങളിലും അവനെയും കൈപിടിച്ചുയർത്തിയ ദൈവം എന്താണ്, ആ ഒരു വചനത്തിൻ്റെ ശക്തിയെ പറ്റിയും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു നമ്മൾ പഠിച്ചു അല്ലേ, പുതിയ നിയമമൊന്നും പഴയ നിയമമൊന്നും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പഴയ നിയമത്തെ പറ്റിയാണ്. മനുഷ്യകുലത്തെ രക്ഷിക്കാനായി ദൈവം നടത്തിയ രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗമാണ് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നത്. പ്രപഞ്ച സൃഷ്ടി, ഇസ്രായേൽ ജനതയുടെ തിരഞ്ഞെടുപ്പ്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, വിശുദ്ധ നാട്ടിലേക്കുള്ള പ്രവേശനം, ജീവിത നിയമങ്ങൾ, ഇവയൊക്കെ അടങ്ങിയതാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അതെന്തൊക്കെയാണ് പറഞ്ഞത്? പ്രപഞ്ച സൃഷ്ടി, പിന്നെ ഇസ്രായേൽ ജനതയുടെ തിരഞ്ഞെടുപ്പ്, ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് ഇസ്രായേൽ ജനതയെ ദൈവം മോചിപ്പിച്ച കഥ, പിന്നെ വിശുദ്ധ നാട്ടിലേക്കുള്ള പ്രവേശനം, ദൈവം വാഗ്ദാനം ചെയ്ത വിശുദ്ധ നാട്ടിലേക്കുള്ള അവരുടെ പ്രവേശനം, പിന്നെ ജീവിത നിയമങ്ങൾ. ഇവയൊക്കെയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ. ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ 5 ഗ്രന്ഥങ്ങളെ, 5 പുസ്തകങ്ങളെ നമ്മൾ പഞ്ചഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പഞ്ചഗ്രന്ഥി എന്നാണ് ആദ്യത്തെ 5 പുസ്തകങ്ങളെ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് പഞ്ചഗ്രന്ഥി നമുക്ക് നോക്കാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഇതൊക്കെയാണ് പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഇനി ടീച്ചർ ഒരു കാര്യം പറയട്ടെ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് കരുതുന്നത് എന്താണെന്നറിയോ? വലിയൊരു സംഭവം, ഇസ്രായേൽ ജനതയെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തതാണ് പഴയ നിയമത്തിലെ ഒരു വലിയ സംഭവം. പഴയ നിയമത്തിലെ ഒരു വലിയ സംഭവമാണ് ഇസ്രായേൽ ജനതയെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ എന്നിവരിലൂടെയെല്ലാം ദൈവം നൽകിയ രക്ഷാകര സന്ദേശങ്ങളെപ്പറ്റി പഴയ നിയമം വിവരിക്കുന്നുണ്ട്. പഴയ നിയമത്തെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു: ചരിത്രപരം, പ്രവചനപരം, പ്രബോധനപരം. ഇവിടെ ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. ബൈബിളിലെ പുസ്തകങ്ങളിൽ ഏതൊക്കെ പുസ്തകങ്ങളാണ് ചരിത്രപരം, പ്രവചനപരം, പ്രബോധനപരം എന്ന് കണ്ടെത്തി എഴുതിക്കൊണ്ടുവരിക. നോട്ട് പുസ്തകത്തിൽ കുറിക്കുക. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പഴയ നിയമത്തെ പറ്റിയാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തെ പറ്റിയാണ്. ദൈവപുത്രനായ ഈശോയിലൂടെയും അവിടുത്തെ അപ്പസ്തോലന്മാരിലൂടെയും ദൈവം നൽകിയ സന്ദേശങ്ങളാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത് മുഴുവനും. എന്താണ്? അതെ, ഈശോയിലൂടെയും അവിടുത്തെ അപ്പസ്തോലന്മാരിലൂടെയും ദൈവം നൽകിയ സന്ദേശങ്ങളാണ് അല്ലേ. ഇനി ഈ പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഴയ നിയമത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ ജനതയെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നതാണെന്ന്. പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതമാണ്. ഇനി എന്തൊക്കെയാണ് പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ് ആദ്യത്തെ സുവിശേഷങ്ങൾ, ആദ്യത്തെ 4 പുസ്തകങ്ങൾ. എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങൾ. ഏതൊക്കെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. പിന്നെ ആദിമസഭയുടെ ചരിത്രം വിവരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, പിന്നെ വിശുദ്ധ പൗലോസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 13 ലേഖനങ്ങൾ, ഇനി ഹെബ്രായർക്കുള്ള ലേഖനം,
7 കാതോലിക ലേഖനങ്ങൾ, വെളിപാട് എന്നിവയൊക്കെയാണ് എന്ത് പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങൾ. ഓക്കെ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. എന്താണ്? പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൻ്റെ അവതരണ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇസ്രായേൽ ജനത്തിലൂടെ കൈവന്ന രക്ഷയുടെ ചരിത്രമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രമാണ് എന്ത് പഴയ നിയമത്തിൻ്റെ അവതരണ വിഷയം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ അവതരണ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഈശോയിലൂടെ കൈവന്ന രക്ഷയുടെ ചരിത്രമാണ് പുതിയ നിയമത്തിൻ്റെ അവതരണ വിഷയം. പഴയ നിയമത്തിലുടനീളം ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ച സംഭവങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങൾ പഴയ നിയമത്തിലുടനീളം ദൈവം ഈ പഴയ നിയമ ജനതയുടെ കൂടെ വസിച്ച് നിരന്തരം അവരോട് കൂടെ ഉണ്ടായി അവരെ രക്ഷിച്ച ഒത്തിരി സംഭവങ്ങൾ പഴയ നിയമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ? അതായത് അവരെ രക്ഷിച്ച ഒത്തിരി ചരിത്ര സംഭവങ്ങളുടെ സമാഹാരമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ദൈവം നടത്തിയ ഒത്തിരി രക്ഷാകര പദ്ധതികളെ പറ്റിയിട്ട് നമ്മൾ പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഒരു അത്ര ചരിത്ര സംഭവങ്ങളുടെ ഒരു ലിഖിത രൂപമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ഒരു റിട്ടേൺ ഫോമാണ് അല്ലേ? ഒത്തിരി ദൈവം നൽകിയ ഒത്തിരി രക്ഷാകര പദ്ധതികളൊക്കെ പഴയ നിയമത്തിലുടനീളമുണ്ട്. ദൈവം തങ്ങളോട് കൂടെ വസിച്ച് തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് തങ്ങളെ സഹായിച്ച ദൈവത്തെ പറ്റി ബാക്കിയുള്ള വരും തലമുറകളൊക്കെ അറിയണമെന്ന് കണ്ട് പഴയ നിയമജനത അവർ തയ്യാറാക്കിയതാണ് എന്ത് പഴയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് എന്ത് അവരുടെ കൂടെയായി അവരെ രക്ഷിച്ച ദൈവത്തെ പറ്റി. അവരുടെ കൂടെ നടന്ന് അവരെ രക്ഷിച്ച ദൈവം നമ്മയും രക്ഷിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളും ദൈവത്തിൻ്റെ സ്വന്തം ജനാണ് അല്ലേ? നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കാനും ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അബ്രാഹത്തിന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല അല്ലേ ആ സമയത്തൊരു മകനുണ്ടാവുമെന്ന്. വളരെ വൈകിയാണെങ്കിലും ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു അല്ലേ? അതുപോലെ നമ്മൾക്ക് വേണ്ട സമയത്ത് ദൈവത്തിനറിയാം. ആ സമയത്ത് നമ്മൾക്കും ദൈവം അനുഗ്രഹങ്ങൾ തന്നോളും. എല്ലാവരെയും പറ്റിയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് ദൈവം കൊണ്ടുപോയിക്കോളും. നമ്മൾ വേണ്ടാത്ത വഴികളിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് നടക്കാതെ അവിടുത്തെ കൽപ്പനയോട് ചേർന്ന് നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ നമ്മളെ വിശുദ്ധ ബൈബിള് സഹായിക്കും. നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു വചനം ബൈബിള് വഴികാട്ടിയാണ്, ജീവിതത്തിന് വഴികാട്ടിയാണെന്ന് പഠിച്ചു. അതുപോലെ ബൈബിള് ജീവദായക വചനമാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കഥ കേട്ടു. അതുവഴി ബൈബിൾ ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ പുതിയ നിയമത്തിലൂടെയും പഴയ നിയമത്തിലൂടെയൊക്കെ കടന്നുപോയി പഞ്ചഗ്രന്ഥിയെ പറ്റി പഠിച്ചു. പുതിയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകങ്ങളാണുള്ളതെന്ന് പഠിച്ചു. പഴയ നിയമത്തിൻ്റെ പ്രധാന സംഭവം ഇസ്രായേൽ ജനതയെ സ്വന്തം ജനമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് പഴയ നിയമത്തിലെ പ്രധാന സംഭവം നമ്മൾ പറഞ്ഞു. പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതമാണെന്നും പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ വേണ്ട സമയത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ പാഠപുസ്തകത്തിലുടനീളം നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ പാഠപുസ്തകം മുഴുവൻ ഇരുന്ന് വായിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് ഇതിനകത്ത്. നോഹയുമായുള്ള ഉടമ്പടി ഉൽപ്പത്തി 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ വിവരിക്കുക. നോട്ട് പുസ്തകത്തിൽ കുറിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ 2 ആക്ടിവിറ്റി തന്നിരുന്നു. ആദ്യത്തെ ആക്ടിവിറ്റി പ്രവചനപരം, ചരിത്രപരം, പ്രബോധനപരം. ഈ ബൈബിളിൽ നിന്നും ഈ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക. രണ്ടാമത്തെ ആക്ടിവിറ്റി നോഹയുമായുള്ള ഉടമ്പടി വിവരിക്കുക. ഈ 2 ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്യുക. അതിൻ്റെ ടെക്സ്റ്റ് പുസ്തകത്തിൽ വേറൊരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതാണ് പഞ്ചഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് എഴുതാനുള്ള ഒരു പോർഷൻ കൂടി ടെക്സ്റ്റിലുണ്ട്. അതുകൂടെ ഫില്ല് ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ സിമ്പിളാണ്. നമ്മളിതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കണം. ഭയഭക്തി ആദരവോടെ എന്നും ബൈബിളിനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുമെന്നും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നും കട്ടയ്ക്ക് കൂടെ കൊണ്ടു കിടക്കുമെന്നും ഒരു തീരുമാനം എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പുക. സ്നേഹസമ്പന്നനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല നല്ല ആശയങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നും അങ്ങയോട് കൂടെ ആയിരിക്കുവാനും അങ്ങയുടെ സംസാരം കേൾക്കുവാനും അങ്ങയുടെ സംഭാഷണം കേൾക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.